I'm Ajmal Isuddin, business growth coach. നമ്മൾ മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ മൈൻഡ് സെറ്റിൽ നമ്മൾ ബിൽഡ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലൊരു കാര്യം നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത് നമ്മളെ ക്യാരക്ടർ. ഒരു ബിസിനസ് ഓൺട്രപ്രണർക്ക് വേണ്ട ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു യുണീക്ക് ക്യാരക്ടർ ആയിരിക്കണം. അത് ക്യാരക്ടർ വിൽ സ്പീക്ക് എന്നുള്ളതാണ്. ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ കണ്ടോ, ആ ഒരു ബിസിനസ് ഓൺട്രപ്രണർ ക്യാരക്ടർ കണ്ടോ എന്ന് പറയുമ്പോൾ അത് ആളുകൾ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഡെലിവറി ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഫ്രം ഹിസ് ബോഡി ലാംഗ്വേജ്, ദ വേ ഓഫ് സ്പീക്കിംഗ്, എവറിത്തിങ്. സോ ഈ ഒരു ക്യാരക്ടർ എവിടെ നിന്നാണ് ബിൽഡ് ആവുന്നത്? ദ ക്യാരക്ടർ ഈസ് ബിൽഡിങ് ഫ്രം അവർ മൈൻഡ്. നമ്മുടെ മൈൻഡിൽ നിന്നാണ് നമ്മുടെ ക്യാരക്ടർ ബിൽഡ് ആവുന്നത്. സോ നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളൊരു ബിസിനസ് പ്ലാൻ സെറ്റ് ചെയ്യും, സ്ട്രാറ്റജി സെറ്റ് ചെയ്യും, എക്സിക്യൂഷൻ സെറ്റ് ചെയ്യും. എല്ലാം വേണം കേട്ടോ, ഇതെല്ലാം വേണം, അതൊന്നും വേണമെന്ന് പറയുന്നില്ല. പക്ഷേ എല്ലാത്തിനും മുന്നേ, ഒരു ബിസിനസ് പ്ലാൻ എഴുതുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ക്യാരക്ടർ നമ്മൾ ബിൽഡ് ചെയ്യണം. അതായത് എൻ്റെ ക്യാരക്ടർ ബിൽഡ് ആവില്ല, പക്ഷേ ആ ക്യാരക്ടർ ബിൽഡ് ആവാനുള്ള ഒരു സ്റ്റെമ്മ് നമ്മൾ വെക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കൃഷിയിടം കണ്ടില്ലേ, ഈ പാടത്ത് ഡയറക്റ്റ് പോയിട്ട് നമ്മൾ വിത്ത് വിതക്കൂലല്ലോ. ഒരു പാടമാണ് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് നമ്മൾ വിത്ത് വിതക്കുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു പാടം ലാൻഡ് ഒരു ട്രാക്ടറോ ഒരു JCB ഒക്കെ വെച്ചിട്ട് ഇവിടെ മണ്ണെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ഇളക്കി മറിച്ച് അവിടെ കെട്ടിക്കിടക്കുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ഉഴുത് മറിച്ച് ഇട്ട് അവിടെ ഫ്രീ ആക്കും അല്ലേ? കാരണം നമ്മളെ മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദേഷ്യം, വാശി, എല്ലാ വികാരങ്ങളും നമ്മളെ മൈൻഡിലുണ്ട്. സോ ഈ ഒരു വാശി, ദേഷ്യം ഇതെല്ലാം വെച്ചിട്ട് നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ബിസിനസ്സിനോട് ചിന്തിക്കാൻ സമയം ഉണ്ടാവുമോ? നമ്മൾ ചിന്തിക്കുക എന്താണ്? അവനോട് എങ്ങനെ പകരം വീട്ടണം, എന്നാലും അവൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. എന്നിട്ട് ഈ ദേഷ്യമൊക്കെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഫുൾ നെഗറ്റീവ് അല്ലേ? എവിടെ നമ്മൾ പോസിറ്റീവ് ആവുന്നത്? അപ്പം ആ ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് പോകേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോസസ്സ്, അതായത് ലാൻഡ് സെറ്റിംഗ്, കൃഷിക്കുള്ള ലാൻഡ് സെറ്റിംഗ് പോലെ തന്നെയാണ് നമ്മൾ ബിസിനസ്സിനുള്ള മൈൻഡ് സെറ്റിംഗ്. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡാണ്. ബിസിനസ് പ്ലാനും എല്ലാം സെറ്റ് ചെയ്യണം, പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ വർക്ക് ചെയ്യേണ്ടത് മൈൻഡിലാണ്. അതിനാണ് ഈ ഒരു കമ്മ്യൂണിറ്റി. കാരണം ഇവിടെ നിങ്ങൾ പഠിക്കണം, നമ്മൾ ലേൺ ചെയ്യണം. ഒരു 24 hours ഒരു 30 minutes നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അല്ലാത്തൊരു കാര്യമല്ല. യു നീഡ് ടു ലേൺ, യു നീഡ് ടു സ്പെൻഡ് ടൈം. എന്നിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങണം. ബിക്കോസ് ബിസിനസ് പഠിക്കാതെ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് ഒരു ട്രഡീഷണൽ ബിസിനസ്സാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ട്രഡീഷണൽ ബിസിനസ് കൊണ്ട് കാര്യമില്ല. We need to do a modern business system. You know that AI വന്നിട്ടുണ്ട്, ഒരുപാട് ബിസിനസ്സിനെ ഈസി ആക്കുന്ന ഒരുപാട് ടൂൾ വന്നിട്ടുണ്ട്. സോ ഇതെല്ലാം നമുക്ക് എന്തിനാണ്? We need to use that. സോ സിസ്റ്റം ഡ്രിവൺ ബിസിനസ് ഒക്കെയാണ് ഇപ്പോൾ മോർ ഫോക്കസ്. ഇപ്പോൾ ഞാൻ കൺസൾട്ട് ചെയ്യുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ സിസ്റ്റം ബിൽഡ് ചെയ്യാനാണ്. അപ്പോൾ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു ബിസിനസ് ഓണർക്ക് ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യണം. ബിക്കോസ് ആ ഒരു ഓണറെ ക്യാരക്ടർ ആ ഒരു ബിസിനസ്സിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫാം ലാൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടുത്തെ മണ്ണെല്ലാം ഇളക്കി മറിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കേട്ട് പഴകിയ കഥയാണ്. എല്ലാം നമ്മൾ കേട്ട് പഴകിയിട്ടുണ്ട്, എനിക്കറിയാം. പക്ഷേ ചില സംഭവം ഉണ്ടല്ലോ, പഴകുന്തോറും വീര്യം കൂടുന്ന വൈന് പോലെ ചില അറിവുകൾ എത്ര വന്നാലും കുഴപ്പമില്ല, നല്ലതാണ്. സംടൈംസ് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് അഴിച്ചുപണി നടത്തണം. നമ്മളിവിടെ ഈ ഒരു ഫാം ലാൻഡിനെ, അതായത് നമ്മുടെ ഈ ലാൻഡിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇളക്കി മറിക്കാൻ പോവാണ്. അപ്പോൾ ഈ ലാൻഡിനെ ഇളക്കി മറിക്കുന്ന ടെക്നിക്കാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ കൃഷിയിടം ഇളക്കി മറിക്കുന്ന പോലെ നമ്മളെ മൈൻഡിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങൾ ആദ്യം ഇളക്കി മറിക്കുക. ബിക്കോസ് ഇത് ചെയ്തിട്ട് വേണം നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ.
കാരണം നമ്മളൊരു ബിസിനസ് എന്നല്ല, നിങ്ങളൊരു പ്രൊഫഷൻ, ഒരു പുതിയൊരു ജോലിക്കാണെങ്കിൽ പോലും ഇത് ചെയ്യണം.